നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. ഒരു വലിയ വിവാദമാണ് ഇപ്പോൾ, വലിയ ചർച്ചയാണ് മാധ്യമങ്ങൾക്ക്. അതെന്താ, പിണറായിയുടെ മകന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പാടില്ലേ? ഈ മാധ്യമ പ്രവർത്തനമായിട്ടൊക്കെ നടക്കുന്നവന്മാരൊക്കെ എന്തൊരു വിവരക്കേടുകളാണ്. മനുഷ്യന്റെ അവകാശങ്ങൾ, സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചൊക്കെ വായ്ത്താരി ഇടുന്നതിനപ്പുറം ഇവനൊക്കെ 10 പൈസയുടെ ബുദ്ധിയുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാര്യം, വ്യക്തി എന്നുള്ള നിലയ്ക്ക് പിണറായി ഒരു ഇൻഡിവിജ്വലാണ്. അയാളുടെ മകൻ 18 വയസ്സ് കഴിഞ്ഞ് സ്വന്തം നിലയിൽ ജീവിക്കുന്ന മറ്റൊരു മനുഷ്യൻ ഇൻഡിവിജ്വലാണ്. അവരവരുടെ സ്വാതന്ത്ര്യം. ഇപ്പോൾ അച്ഛൻ അവിശ്വാസി ആയതുകൊണ്ട് മകനും അവിശ്വാസി ആയിക്കൊള്ളണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളുടെ നാട്ടിൽ സൽപുത്രനായിട്ടുള്ള അച്ഛന്മാരുണ്ട്. ചില മക്കൾ ക്രിമിനൽ കേസുകളിൽ പ്രതിയാകാറുണ്ട്. എന്തേ, അച്ഛൻ പഠിപ്പിച്ചിട്ടാണോ മകൻ ആ ക്രിമിനൽ കേസുകളിൽ പോകുന്നത്? അല്ലല്ലോ. വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാൾ സഞ്ചരിച്ച വഴിയിലൂടെ അല്ലെങ്കിൽ അയാളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് സഞ്ചരിക്കുമ്പോൾ അയാൾ അങ്ങനെ ആകുന്നതാണ്. അതുപോലെ പിണറായി എന്ന അച്ഛൻ നിരീശ്വരവാദിയായിരുന്നു. അയാൾക്ക് ആരാധനാലയങ്ങളിൽ പോകുന്നതിൽ താല്പര്യമില്ല. അയാൾ എന്ന വ്യക്തിയിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അയാൾ അത്തരം വിശ്വാസങ്ങളുടെ ഭാഗമായി നിന്നില്ല. ഇവിടെ ഇടതുവിരുദ്ധരായിട്ടുള്ളവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കമ്മ്യൂണിസ്റ്റുകൾ എന്നാൽ വിശ്വാസത്തിനെതിരാണ് എന്നുള്ള കാര്യം. വിശ്വാസത്തിന് ഒരു കമ്മ്യൂണിസ്റ്റുകളും എതിരല്ല. ആദ്യം ഈ പറഞ്ഞു പ്രചരിപ്പിച്ചവർ, ഇവർ മുൻകാലഘട്ടങ്ങളിലെ ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില രേഖകളൊക്കെ വെച്ചിട്ടാണ് പറയാറുള്ളത് എല്ലാ കാലത്തും ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരാണെന്ന്. ഏത് ഹിന്ദു വിശ്വാസത്തെയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിണറായി സർക്കാർ അധികാരത്തിൽ ഇരുന്നതിന് ശേഷം ആചാരങ്ങളെയോ മറ്റെന്തിനെയെങ്കിലും ഒക്കെ ഏതെങ്കിലും കോടതി ഇടപെടലുകൾ വരാതെ നേരിട്ട് അവർ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ടോ? ക്ഷേത്രങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ദേവസ്വം ബോർഡിലൂടെ നൽകിയതല്ലാതെ, പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിൽ ശമ്പളം പോലും കൊടുക്കാൻ പറ്റാതെ ദേവസ്വം ബോർഡുകളുടെ വരുമാനം നിന്ന സന്ദർഭത്തിൽ കേരളത്തിലെ മുഴുവൻ ആരാധനാലയങ്ങൾ, അതായത് ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ആരാധനാലയങ്ങൾക്കെല്ലാം അങ്ങോട്ട് പണം കൊടുത്ത് സംരക്ഷിച്ച ചരിത്രമാണ് ഈ സർക്കാരിനുള്ളത്. അത് തന്നെ ഈ സർക്കാരിന് ആരാധനയോടുള്ള അല്ലെങ്കിൽ വിശ്വാസങ്ങളോടുള്ള താല്പര്യം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാര്യം, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് വിശ്വാസം. അത് അയാൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ ഏത് മതത്തിൽ പ്രാക്ടീസ് ചെയ്യാനും ഈ നാട് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അത് ഇടതുപക്ഷക്കാർ അംഗീകരിക്കുന്നുണ്ട്. പിണറായിക്ക് താല്പര്യമില്ല, പോകുന്നില്ല എന്ന് കരുതിക്കൊണ്ട് അയാൾ എന്ന അച്ഛൻ അല്ലെങ്കിൽ അയാൾ എന്ന പിതാവ് സ്വന്തം മകനെ ഞാൻ സഞ്ചരിക്കുന്ന പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന നിർബന്ധ ബുദ്ധി വെച്ചിട്ടില്ല. മകന്റെ അവകാശങ്ങളെയും അയാളുടെ ഇഷ്ടങ്ങളെയും അംഗീകരിക്കുന്ന ഒരു പിതാവാണ്. വേണമെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയാണ്, ഇത് പോകുമ്പോൾ വിവാദമാകും, പോകരുത് എന്ന് അയാൾക്ക് പറയാം. അതൊന്നും പറയാത്ത ഒരു പിതാവ് തന്നെയാണ് മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയേണ്ടി വരികയാണ്. പിണറായിയുടെ മകനായിട്ടുള്ള വ്യക്തി അദ്ദേഹം സഞ്ചരിച്ച വഴികളിൽ എപ്പോഴോ ഇപ്പോഴത്തെ സ്വകാര്യ കുടുംബ പശ്ചാത്തലത്തിലോ അദ്ദേഹത്തിന് വിശ്വാസമാകാനുള്ള ഒരു അവസരം ഒരുങ്ങി, അതിൽ വിശ്വാസം വന്നു. അതുകൊണ്ട് അയാൾ പോയാൽ എന്താണ് തെറ്റ്? അത് അയാളുടെ സ്വാതന്ത്ര്യമല്ലേ, അയാളുടെ സ്വകാര്യതയല്ലേ? ആ സ്വകാര്യതയിലേക്ക് ക്യാമറയും കൊണ്ട് കടന്നു കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫോട്ടോ എടുക്കുന്നവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ്. മകൻ എന്ന വ്യക്തി ലൈം ലൈറ്റിലേക്ക് വരാത്ത വ്യക്തിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ പോലും യാത്ര ചെയ്യുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാളുടേതായ ജീവിതവുമായി അയാളുടേതായ സ്വകാര്യത ഇടങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ മുഖ്യമന്ത്രിയുടെ മകനായി പോയതുകൊണ്ട് അയാൾ ക്യാമറകൾക്ക് മുന്നിൽ ഇഷ്ടപ്പെടാൻ തയ്യാറല്ലാത്തൊരു വ്യക്തിയായിട്ട് അയാളുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകുമ്പോൾ ഈ ക്യാമറകളും കൊണ്ട് സ്വകാര്യതയിലേക്ക് ഓടിക്കയറുന്ന നിങ്ങളെയൊക്കെ എന്താണ് പറയേണ്ടത്? ആ വ്യക്തി അത് ആസ്വദിക്കുന്നു, അനുവദിക്കുന്നു. നിങ്ങൾ ഫോട്ടോ എടുക്കൂ, നിങ്ങൾ പ്രചരിപ്പിക്കൂ. വ്യക്തിയുടെ അനുവാദമില്ലാതെ അവരുടെ സ്വകാര്യതയിലേക്ക് ക്യാമറയുമായി കടന്നു ചെല്ലുന്നത് തെറ്റാണെന്നെങ്കിലും ഈ സാമാന്യ ബോധമില്ലാത്ത മാപ്രകളൊന്നും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഈ നാട്ടിൽ ഏതൊരു ഹിന്ദുവായി ജനിച്ച വ്യക്തികൾക്കും അവർക്ക് ആരാധനാലയങ്ങളിൽ പോകാനായിട്ടുള്ള എല്ലാ അവകാശവുമുണ്ട്. പണ്ട് ചാതുർവർണ്ണ്യ കാലഘട്ടത്തിലാണ് ഇവിടത്തെ ചില സവർണ പ്രമാണിമാർ ക്ഷേത്രങ്ങൾക്കകത്ത് പ്രവേശനം അനുവദിക്കാതിരുന്നത്. അതെല്ലാം മറികടന്ന് പിണറായിയുടെ മകൻ ഇപ്പോൾ ഒരു പിന്നോക്കക്കാരനായി ഗുരുവായൂരിൽ കയറിയതുകൊണ്ടാണോ ആർക്കെങ്കിലും പൊള്ളിയത് എന്ന ചോദ്യം കൂടി അതിനോടൊപ്പം ഉയർത്തേണ്ടതുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അദ്ദേഹം മകൻ ആയിപ്പോയത് കൊണ്ട് ഈ നാട്ടിൽ മറ്റൊരു സ്വാതന്ത്ര്യവും പാടില്ല എന്നൊന്നുമില്ല. പിണറായിക്ക് ഇത്തരം കാര്യങ്ങളോട് വിശ്വാസം ഉണ്ടായിരുന്നില്ല, അദ്ദേഹം അതിൽ നിന്ന് മാറി നടന്നു. ഇപ്പോൾ എൻ്റെ ഉദാഹരണം കൂടി, എൻ്റെ വീട്ടിനകത്തുള്ള സകല മനുഷ്യരും വിശ്വാസികളാണ്. ഞാനും ചെറുതിലെ വിശ്വാസം അനുഷ്ഠിച്ച് വന്നവരാണ്. പിന്നീട് ജോലിയുടെ ഭാഗമായിട്ടും വായനയുടെ ഭാഗമായിട്ടും കാഴ്ചപ്പാടുകളുടെ ഭാഗമായിട്ടും ഇതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. അവനവനിൽ വിശ്വാസമുണ്ടെങ്കിലും അവനവന്റെ പ്രവൃത്തിയിൽ വിശ്വാസമുണ്ടെങ്കിലും ഇവിടെയൊന്നും പോയില്ലെങ്കിലും നമുക്ക് സ്വയം ആത്മവിശ്വാസം ആർജിക്കാൻ കഴിയുമെന്നുള്ള
വ്യക്തിപരമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ നിന്നെല്ലാം മാറി നടന്നത്. ഒരിക്കലും വിശ്വാസത്തിനോ ആരാധനാലയത്തിനോ എതിരല്ല, അല്ലെങ്കിൽ അതിനെതിരായിട്ടൊരു അഭിപ്രായവും പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷേ ആ വിശ്വാസത്തിന്റെ മറപിടിച്ച് ചൂഷണങ്ങൾ അരങ്ങേറുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ അമ്പലം വിഴുങ്ങുകൾ ഈ പാവപ്പെട്ട മനുഷ്യർ അവിടേക്ക് കടന്നു വരുമ്പോൾ അവരെ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഓരോ തരം ആശങ്കകൾ ഉണ്ടാക്കി അവരുടെ പണം പിടുങ്ങുന്നതിനെ ശക്തമായി എതിർക്കും. അതിനിയും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അത്തരം കൊള്ളകൾക്കെതിരെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനെന്നുള്ള നിലയ്ക്ക് അയാൾക്കൊരു ആരാധനാലയത്തിൽ പോയാൽ മനസമാധാനം കിട്ടുമെന്നുണ്ടെങ്കിൽ, എനിക്കത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ അവിടെ പോകട്ടെ, ആ ആത്മവിശ്വാസവും ആ ആശ്വാസവും ആ സമാധാനമൊക്കെ നേടട്ടെ. അതൊരാളുടെ ഒരു അവകാശമാണ്. അത് ആരെയും ശല്യം ചെയ്യാത്ത കാര്യമാണെന്ന് ഉറച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമാണ് പിണറായി വിജയന്റെ മകൻ ചെയ്തിട്ടുള്ളത്. പിണറായിയുടെ മകനായതുകൊണ്ടും പിണറായി ചെയ്യാത്തത് കൊണ്ടും ഈ നാട്ടിൽ ഇതെല്ലാം പാടില്ല എന്ന് വാദിക്കുന്നവരെല്ലാം വിവരം കെട്ടവരാണെന്ന് മാത്രമേ പറയാനുള്ളൂ.